റബിയുൽ അവ്വലിനെ ബഹുമാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് മുഹറമിലെ തുടങ്ങണം നമുക്ക് പലതും. ഖുത്ബുൽ ആലം സിയം വലിയുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തുടങ്ങിയ മഹാന്മാർ എല്ലാവരും മുത്തുനബിതങ്ങളിലേക്ക് ലയിച്ചവരാണ്. ഹബീബായ തങ്ങളെ മഹബ്ബത്ത് ഇഷ്കിലെത്തിയവരാ. ഇവരെല്ലാവരും ദുആ ചെയ്തൊരു സമയം, അവരെല്ലാവരും പരിഗണിച്ചൊരു നേരം, 24 മണിക്കൂറിൽ അവർ മുഴുവനും പരിഗണിച്ചുകൊണ്ട് അവരെ ഉറക്കിനെ മാറ്റിവെച്ച സമയമാണ് തഹജ്ജുദിന്റെ സമയം. എൻ്റെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, ഹബീബായ തങ്ങളിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവരെ, തഹജ്ജുദിന്റെ സമയം ഉറങ്ങല്ല കേട്ടോ, ഉറങ്ങരുത് കേട്ടോ. ഈ മഹബ്ബത്തിലേക്ക് കടന്നു വരണമോ, മുത്ത് ഹബീബിലേക്ക് അടുക്കണമോ, തഹജ്ജുദിന്റെ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തൂ. കാരണം ഹബീബായ തങ്ങൾ പൂജാതരായ സമയം, ലോകം മുഴുവനും മലായിക്കത്തുകൾ മുഴുവനും ആ സമയത്ത് വല്ലാതെ പരിഗണിച്ച സമയം, എല്ലാവരെയും അല്ലാഹു തആല വല്ലാതെ അടുപ്പിക്കുന്ന നേരം, അത് വല്ലാത്തൊരു സമയമാണ്. റബീഉൽ അവ്വലിന്റെ ക്യാമ്പയിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി തങ്ങളോടുള്ള ഇത്തിബായിൽ നമുക്ക് അടുക്കാനുള്ള ഒരു സമയം, അത് കാണേണ്ടത് തഹജ്ജുദിന്റെ സമയമാണ്. റബീഉൽ അവ്വൽ എത്തുമ്പോഴേക്ക് നമ്മുടെ വീടുകളിൽ ഒരു വണ്ണാച്ചമ്മലയും പാടില്ല. എവിടെ വണ്ണാച്ചമ്മലുണ്ടെങ്കിൽ അത് സ്ത്രീകളെ ഏൽപ്പിക്കുന്നൊരവസ്ഥയിലേക്കാകരുത്. ആരാണോ വീട്ടിൽ ഇപ്പോൾ ഉള്ളത്, ആരാണോ വീട്ടിൽ താമസിക്കുന്നവരായിട്ടുള്ളത്, അവരത് നീക്കം ചെയ്യണം. കാരണം മഹബ്ബത്ത് നമ്മൾക്ക് മുഴുവനും ബാധകമാ. എവിടെയെങ്കിലും വൃത്തികേടായിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കണം. നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കുന്നത് പോലെ, ശരീരത്തെ വൃത്തിയാക്കുന്നത് പോലെ, അമാലുകളെ വൃത്തിയാക്കി എടുക്കുന്നത് പോലെ നമ്മുടെ വീടുകൾ, നമ്മുടെ പരിസരങ്ങൾ മദീനയുടെ രാജകുമാരൻ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു വരവിന്റെ മാസമാകുമ്പോൾ വൃത്തിയായിരിക്കണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി, ഈ ഉമ്മത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ഈ ഉമ്മത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ഈ ഉമ്മത്തിൻ്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ വേണ്ടി ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അല്ലാഹുവിൽ നിന്നും നമുക്ക് നേടിത്തരാനും അല്ലാഹു നൽകിയത് നമ്മളിലേക്ക് എത്തിച്ചു തരാനും കഠിനാധ്വാനം ചെയ്തു 1,00,000 ചില്ലാനം വരുന്ന അനുജന്മാരെ വേണ്ട വിധത്തിലുള്ള തർബിയത്തും തസ്കിയത്തും എല്ലാവിധ വളർച്ചക്കും നേതൃത്വം കൊടുക്കുകയും ആ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബികളെ മുഴുവനും മുജ്തഹിദിന്റെ മർത്തബയിലേക്ക് വളർത്തുകയും അവർ മുഴുവനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നൂർ, ആ നൂറ് വിതരണം ചെയ്യാൻ മാത്രം കഴിവുള്ള ഉന്നതന്മാരായി ഈ ലോകത്തേക്ക് നമുക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. അത് ലോകമെമ്പാടും ഉള്ള സ്ഥലങ്ങളിലേക്ക് അവർ ചെല്ലുകയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രവർത്തന രംഗത്ത് സജീവമായി നേതൃത്വം കൊടുക്കുകയും ആ നേതൃത്വത്തിൻ്റെ പരിണിത ഫലമായി നമ്മുടെ കേരളത്തിലും ആ ദീന് ആ കാലങ്ങളിൽ തന്നെ എത്തുകയും അതിൻ്റെ ഒരു പ്രകാശം കേരളത്തിൽ നല്ലോണം അടിച്ചു വീശുകയും പിന്നീട് അതിൻ്റെ തലമുറകളായി വലിയ വലിയ ഔലിയാക്കന്മാരും ആരിഫീങ്ങളും അജ്മീർ ഖാജയെ പോലോത്ത, ഏർവാടി ഇബ്രാഹിം ബാത്തുഷാ തങ്ങളെ പോലോത്ത, മമ്പുറം സയ്യിദ് അലവി തങ്ങളെ പോലോത്ത, ജിഫ്രി തങ്ങളെ പോലോത്ത
ഒരുപാട് മഹാന്മാർ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലായി ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യ മനസ്സുകളുടെ ആത്മീയമായും ഭൗതികപരമായിട്ടുള്ള പരിവർത്തന ഉന്നതയുടെ എല്ലാ മേഖലയിലേക്കും കൈപിടിച്ചുയർത്തുകയും ചെയ്തപ്പോൾ അവരിൽ നിന്നെല്ലാം അടിച്ചു വീശിയ കാറ്റായിരുന്നു മഹബ്ബത്ത് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹബ്ബത്ത് പിന്നീട് നമ്മുടെ കേരളക്കരയിൽ പ്രത്യേകിച്ചും അടിച്ചു വീശിയെന്ന് മാത്രമല്ല, അത് ആലിമീങ്ങൾ കൈകാര്യം ചെയ്ത് ഇന്ന് പതിനായിരക്കണക്കിന് മദ്രസകളിലൂടെ ലക്ഷക്കണക്കിന് വരുന്ന പിഞ്ചുമക്കളിലൂടെ ലക്ഷക്കണക്കിന് വരുന്ന യുവതലമുറകളിലൂടെ ലക്ഷക്കണക്കിന് വരുന്ന വലിയ വലിയ ആളുകളിലൂടെ കേരളത്തിന്റെ മുഴുവൻ മുക്കുകളിലും മൂലകളിലും ടൗണുകളിലും കുഗ്രാമങ്ങളിലും കുടിലുകളിലും വൻ വീടുകളിൽ മുഴുവനും പ്രകാശത്തിന്റെ ചിഹ്നങ്ങളും അടയാളങ്ങളും അടിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ്. തടയിടാൻ ആവുന്നത് 924 മുതൽ അതിന് മുമ്പ് തന്നെ ശ്രമിച്ചു നോക്കി. വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലത്തെ മഹാന്മാർ അതിനെ ഓരോ ഭാഗത്ത് ആദർശം കൊണ്ട് അടിച്ചമർത്തി. പിന്നീട് ഉലമാക്കന്മാരുടെ കരങ്ങളാൽ അതൊരോ ഭാഗത്തും വേണ്ടതുപോലെ കൈകാര്യം ചെയ്തപ്പോൾ ഇന്ന് അൽഹംദുലില്ലാഹ് പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ ആ ഒരു അമ്പിളിയമ്മാവൻ മുഅ്മിനീങ്ങളുടെ മുന്നിലേക്ക് വെളിവാകേണ്ട താമസമേ ഉള്ളൂ. ലക്ഷക്കണക്കിന് വീടുകളിൽ ഇന്ന് ലൈറ്റുകൾ കത്തുകയാണ്. ലക്ഷക്കണക്കിന് ബൾബുകൾ ഓരോ മേഖലകളിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗതകാല ചരിത്രങ്ങളിൽ വ്യത്യസ്ത മോഡലുകളിൽ മഹബ്ബത്തുർ റസൂലിന്റെ പ്രകടനങ്ങളും പ്രചരണങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ ആധുനികമായി ഏതെല്ലാം തരത്തിൽ മഹബ്ബത്തിന്റെ ആ ഒരു പ്രചരണത്തിന് ആവശ്യമായ മഹബ്ബത്തിന്റെ മേഖലകൾ എന്തെല്ലാം ഉണ്ടോ അതിനെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ന് അൽഹംദുലില്ലാഹ് കേരളത്തിന്റെ വീടുകളിൽ അത് മിന്നി മറിഞ്ഞ് പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഓരോ വർഷവും ഓരോ മുഅ്മിനും മദീന കൊള്ള അടുക്കാൻ ശ്രമിക്കുന്നത് ഈമാനിന്റെ വർധനവിനുള്ള കാരണമാണ്. ഒരു മനുഷ്യന്റെ ഈമാനിന്റെ വർധനവ് ഇബാദത്തിലൂടെ കാണിക്കണമെങ്കിൽ മറ്റ് കർമ്മങ്ങളിലൂടെ നമുക്കത് കാണിച്ചു കൊടുക്കണമെങ്കിൽ ആ കാണിച്ചു കൊടുക്കുന്നത് ഖബൂലിയത്തിന്റെ റൂട്ടിലേക്ക് കയറണമെങ്കിൽ അതിലെല്ലാം മഹബ്ബത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഉണ്ടാകണം. മഹബ്ബത്തിന്റെ അളവിന്റെ വർധനവാണ് ഈമാനിന്റെ വർധനവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത് നാം മനസ്സിലാക്കണം. മഹബ്ബത്തിന്റെ അളവിന്റെ വർധനവാണ് ഇബാദത്തിന്റെ ഖബൂലിയത്തിന്റെ ഒരു മേഖലയിലേക്ക് ഒരു മുഅ്മിൻ എത്തണമെങ്കിൽ മഹബ്ബത്തിന്റെ മേഖല അവൻ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കടന്നുകൊണ്ടേയിരിക്കണം. മഹബ്ബത്തിന്റെ അളവ് കുറയുന്നുവോ ഇബാദത്ത് കാട്ടിക്കൂട്ടലായി മാറും. മഹബ്ബത്തിന്റെ അളവ് വീണ്ടും കുറയുന്നുവോ
ഇബാദത്തുകൾ അവനിൽ നിന്നും ഇല്ലാതെയായി പോകും. കാരണം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ് അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ ആയുധം എന്നുള്ളത് ലോകത്ത് മുഴുവൻ ആലിമീങ്ങളും നമ്മളെ പഠിപ്പിച്ചതാ. നിങ്ങളറിയില്ലേ, ബഹുമാനപ്പെട്ട സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ലോകം കണ്ട നീതിമാനായ ഭരണകർത്താവ്, എത്ര വലിയ ഭരണം നടത്തിയ മഹാനാണ്. രാത്രി കാലങ്ങളിൽ വഴിയോരങ്ങളിലും കുഗ്രാമങ്ങളിലും ഏകാന്തനായി നടന്നു അവിടെ ജീവിക്കുന്ന സാധാരണക്കാരുടെ പ്രയാസങ്ങൾ നേരിട്ട് കണ്ട് അതിന് പ്രശ്നപരിഹാരങ്ങൾ പൂർണ്ണമായി നടത്തിക്കൊടുത്ത മഹാൻ. ആ കാലഘട്ടത്തിൽ എന്റെ ഭരണത്തിനിടയിൽ ആർക്കെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ എന്നറിയാൻ രാത്രിയുടെ കാലങ്ങളിൽ വളക്കണഞ്ഞ സമയം, ഇരുട്ടിന്റെ സമയം, മദീനയുടെ ചില ഇടവഴികളിലൂടെ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ നടന്നു നീങ്ങിയ ഒരു നേരം റളിയല്ലാഹു അൻഹു, ഒരു വീട്ടിൽ ചെറിയൊരു പ്രകാശം കാണുകയാണ്. എന്റെ ആ വീട്ടിൽ പ്രകാശം, സാധാരണ വീടുകളിൽ രാത്രിയുടെ യാമങ്ങളിൽ പ്രകാശം കാണാർ മദീനയിൽ പതിവില്ല. ഉറങ്ങുമ്പോൾ വളക്കണക്കണമെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആജ്ഞാപനമാണ്. ആ സമയത്ത് എന്റെ ആ വീട്ടിലൊരു ചെറിയൊരു വിളക്ക് ആ വീടുകളുടെ ലക്ഷ്യം വെച്ച് നീങ്ങി ആ വീടിന്റെ അടുത്തെത്തിയപ്പോൾ അകത്തളത്തിൽ നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദമാണ്. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീടിന്റെ അടുത്തേക്ക് ഒന്നുകൂടി അടുത്ത് നീങ്ങി ആ വാതിലിന്റെ അടുത്ത് ഒന്ന് ചെവിട് വെച്ച് അന്നൊന്ന് ശ്രദ്ധിച്ചപ്പോൾ അകത്തളത്തിൽ നിന്നും ഒരു ഉമ്മ, ആ ഉമ്മയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. എന്താണ് കേൾക്കുന്നത്? അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ صلى عليك المصطفون الأخيار قد كنت قواما بكيا لا صحار يا ليت شعري والمنايا أطوار. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതുകയാണ്. അവിടുത്തെ മദ്ഹ് ഇങ്ങനെ പാടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ ഖത്താബ് തങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ മനസ്സ് കുളിർമയായി എന്ന് മാത്രമല്ല, ആരാണ് റബ്ബേ, ഹബീബായ തങ്ങളെയാണല്ലോ ഓർമ്മ വരുന്നത്, അവിടുത്തെ മദ്ഹാണല്ലോ ഈ കേൾക്കുന്നത്. കതകിന് മുട്ടിയിട്ട് ഇഫ്തഹി ബാബക് എന്ന് പറഞ്ഞ് കതകിന് മുട്ടി. അല്ലാ, ആ വീട്ടിന്റെ ഉള്ളിൽ നിന്നും ഉമ്മ പേടിച്ചു. ആരാണ് ഈ പാതിരാക്ക് വന്ന് കതക് മുട്ടുന്നത്? ആരാണ്? ഉടനെ ഉമർ ഖത്താബ് തങ്ങളുടെ വർത്തമാനം, ഇഫ്തഹി ബാബക് യാ ഉമ്മി അന ഖലീഫത്തു റസൂലില്ലാഹ് ഉമർ ബിനുൽ ഖത്താബ്. പടച്ചോനെ, ഉമർ ഖത്താബ് തങ്ങളാണല്ലോ വാതിലിന് മുട്ടുന്നത്. യാ റബ്ബ്, ഉമ്മ കതക് തുറന്നില്ല. ഉമർ ഖത്താബ് തങ്ങൾ എന്തിനാ പാതിരാക്കി വീട്ടിലേക്ക് വന്നത്? അള്ളാഹുവിന്റെ ദീനിന് എതിരായി വല്ലതും കണ്ടാൽ ഉമർ ഖത്താബ് തങ്ങളുടെ സ്വഭാവം ലോകത്തിനറിയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ് ഞാനിപ്പോൾ പാടുന്നത്. പടച്ചോനെ, ആ സമയത്താണ് മുട്ടുന്നതും. അഥവാ ഇതിന് വല്ല എന്തെങ്കിലും ഒന്ന് ശിർക്കോ മറ്റോ ആണെങ്കിൽ ഉമർ ഖത്താബ് തങ്ങൾ എന്തായിരിക്കും? പടച്ചോനെ, തുറന്നില്ല. ഉമ്മ തുറന്നില്ല. മൂന്നാമത് മുട്ടുന്നു. ആ സമയത്ത് ഉമർ ഖത്താബ് തങ്ങൾ പറയുന്നു, വീണ്ടും 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 മുട്ടി, തുറന്നില്ല. ഇഫ്തഹി ബാബക് യാ ഉമ്മി റഹിമക്കില്ലാഹ്. ഉമ്മ, വാതിൽ തുറക്കണം, അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യട്ടെ എന്ന റഹിമക്കില്ല എന്ന പദം കേട്ടപ്പോ ഉമ്മാക്ക് സമാധാനമായി. കാരണം ഉമർ ഖത്താബ് തങ്ങള്
റഹ്മത്തിന്റെ റൂട്ടിലാണുള്ളത്. ഉടനെ കതക് തുറന്നു. യാ ഉമ്മി റദ്ദി അലയ്യ കലിമാത്തില്ലത്തി കുന്തി ആനിഫ. ഇപ്പം നിങ്ങൾ പാടിയ പാട്ട്, ആ കലിമത്തില്ലേ, അതൊന്നുകൂടി മടക്കി ചെല്ലുമോ? ഒന്ന് മടക്കി പറയുമോ? മടക്കി ഒന്ന് പാടിത്തരുമോ? പടച്ചോനെ, ഉമ്മാദാ പാടാൻ തുടങ്ങി. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ صلى عليك المصطفون الأخيار قد كنت قوى من بكي الأسحار يا ليت شعري والمنايا أطوار هل تجمعيني والحبيب الدار. ഉമർ ഖത്താബ് തങ്ങൾ ഉമ്മയുടെ മുന്നിൽ അതവോടെ അവിടെ ഇരുന്നു. ഈ ബൈത്ത് ഇങ്ങനെ കേട്ടു. ഉമ്മ ഇങ്ങനെ മടക്കി ചെല്ലാൻ തുടങ്ങി. ഹബീബായ തങ്ങളെ പറ്റിയുള്ള മദ്ഹാണ്. പടച്ചോനെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് കേട്ട് ആ മദ്ഹിന്റെ അവസാനം ഹൽ തജ്മഈനി വൽ ഹബീബി യദ്ദാർ. മുത്തുനബി തങ്ങളെ കൂടെ എന്നെ ഹബീബായ തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമോ? ഒരുമിച്ച് കൂട്ടണേ അല്ലാ. മൗലിദിന് ശേഷമുള്ള ദുആയാ. ഉമർ ഖത്താബ് തങ്ങൾ ഇതങ്ങ് കേട്ടപ്പോൾ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇജ്അൽനി മിൻഹും, എന്നെയും ആ കൂട്ടത്തിൽ ഒന്ന് പെടുത്തിത്തരണം. ആ ദുആയിൽ എന്നെയും ഒന്ന് കൂട്ടണം. മൗലിദിന് മദ്ഹിന് ശേഷമുള്ള ദുആ, ഹബീബായ തങ്ങളെ മദ്ഹിന് ശേഷമുള്ള ദുആ, ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. കാരണം മൻ ഫരിഹ ബിനാ ഫരിഹ ബിഹി ശഫീഉനാ റസൂലുള്ളാഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മളെ കൊണ്ട് ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടോ അവരെ കൊണ്ട് നമ്മളും സന്തോഷിക്കുന്നതാണ്. അതേ ഹബീബായ തങ്ങളുടെ മദ്ഹ് പാടുന്നു, മദ്ഹ് പറയുന്നു. ആ മദ്ഹിന് ശേഷം ദുആ ചെയ്യുന്നു. ഉമർ ഖത്താബ് തങ്ങൾ എന്നെയും ഒന്നതിൽ പെടുത്തണം. ഉടനെ അതാ ഉമ്മ ബൈത്തിന്റെ പൂർത്തീകരിക്കുന്നു. പടച്ചോനെ, ഖലീഫയാണ്, ഭരണം നടത്തുന്ന ഭരണകർത്താവാണ് ഉമർ ഖത്താബ് തങ്ങളെയും ഞാൻ ഈ പറഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എന്നെ ഒരുമിച്ച് കൂട്ടണം എന്ന് പറഞ്ഞില്ലേ, അതേ എൻ്റെ കൂടെ ഉമറിനെയും ഒന്ന് പെടുത്തണേ അല്ലാ. ഫഗ്ഫിർ ലഹു യാ ഗഫാർ. ഉമർ ഖത്താബ് തങ്ങൾക്ക് ഈ ദുആ കൂടി അങ്ങ് ദുആ ചെയ്തു. ഉമർ ഖത്താബ് തങ്ങൾ വലിയ സന്തോഷവാനായി. ആ ഉമ്മാക്ക് പ്രചോദനം നൽകിയെന്നല്ല, ആ ദുആയിൽ പങ്കെടുത്തു. ആ ദുആയിൽ എന്നെയും പെടുത്തണമെന്ന് ഉമ്മയോട് അപേക്ഷിച്ചു. ഉമ്മ ദുആ ചെയ്തു കൊടുത്തു. ആ ഒരു ചരിത്രത്തെ ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് അവറുകൾ അവിടുത്തെ ശിഫായിൽ പറഞ്ഞത് കാണാം. ഇങ്ങനെ എത്ര സംഭവം. നബിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഹബീബായ തങ്ങളെ മദ്ഹ് പാടുന്നൊരു പെണ്ണ. ആ മദ്ഹ് ഒരു സമയത്ത് ഹബീബായ തങ്ങൾ കേട്ടുപോയി. കേട്ടപ്പോൾ യാ നാബിഗ, എന്താണ് പാടിയത്, ഒന്ന് പാടൂ. നാബിഗ പാട്ട് പാടാൻ തുടങ്ങി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ്. അജത്തിയ നാബിയ, സുബ്ഹാനല്ലാഹ്, സപ്പോർട്ട് നൽകി, പ്രചോദനം നൽകി. എന്നിട്ട് പറഞ്ഞു, മാ യഫ്ലഹു ഫുകി യാ നാബിഗ, അങ്ങയുടെ വായിലുള്ള പല്ല് അത് കൊഴിഞ്ഞു പോകൂല നബിയ. ചരിത്രം പറയുന്നത് കാണാം, 100 ചില്ലാനം വയസ്സ് ജീവിച്ചു ആ സ്ത്രീ. ഹബീബായ തങ്ങളുടെ മദ്ഹ് പാടുന്ന ബർക്കത്ത് കൊണ്ട് വഫാത്താകുന്ന സമയവും ഒരൊറ്റ പല്ല് പോലും കൊഴിഞ്ഞു പോയിട്ടില്ല. എല്ലാ പല്ലും ഉള്ള രീതിയിലാണ് വഫാത്താകുന്നത്. ആ ബൈത്തിന്റെയും മദ്ഹിന്റെയും ബർക്കത്താണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ തുടങ്ങി എത്രയോ സഹാബികളും സഹാബിയാത്തുകളും ഹബീബായ തങ്ങളുടെ മദ്ഹ് പാടി. പക്ഷേ നമ്മളെ കാലഘട്ടത്തിൽ ഈ മദ്ഹിനെ ദുരുപയോഗം ചെയ്യുന്നത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് ഈ മദ്ഹിന്റെ കൂട്ടത്തിൽ പെടുത്തരുത്. അല്ലെങ്കിൽ മദ്ഹിന്റെ എന്തെങ്കിലും ഒരു അദബുകേടിന്റെ റൂട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ഈ മദ്ഹിന്റെ കൂട്ടത്തിൽ പൂർണ്ണമാക്കരുത്.
ആ തെറ്റുകളും അതിലുള്ള അമിതമായ റൂട്ടുകളും അത് വേണ്ടതുപോലെ ആലിമീങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. ഏതായാലും മദ്ഹു റസൂലില്ല, മഹബ്ബത്തു റസൂലില്ല, അതിനതിരില്ല, അതിന് ഒരു പരിധിയുമില്ല. ഹബീബായ തങ്ങളെ മഹബ്ബത്തിലോ അവിടുത്തെ മദ്ഹിലോ അവിടുത്തെ സന്തോഷത്തിന്റെ പ്രകടനത്തിലോ യാതൊരു വിധത്തിലും അല്ലാഹു തആല അതിർവരമ്പുകൾ വെച്ചിട്ടില്ല. ദീനുൽ ഇസ്ലാമിന്റെ അതിർവരമ്പല്ലാതെ. വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫിൻ വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇൽമി. കണ്ടില്ലേ നിങ്ങൾ ബുർദയിൽ പാടിയത്? എത്രയും നിങ്ങൾക്ക് പറയാം, എത്രയും അവിടുത്തോട് നിങ്ങൾക്ക് ചേർക്കാം. പക്ഷേ നസ്രാനികളും അതുപോലെയുള്ള ഒരു കൂട്ടരും പറഞ്ഞതുപോലെ ആകരുത്. ഇസ്ലാമിന്റെ അതിർവരമ്പ് വിട്ടുപോകരുത്. അത് നമ്മൾ ആരും വിടാറില്ല. ആരാധനയും ആദരവിനെയും വേർതിരിച്ചറിയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മുഹബ്ബീങ്ങൾ ആദരവിന്റെ മേഖലകളെ തുറക്കുമ്പോൾ ആരാധനയിലേക്ക് കൂട്ടിവെച്ചിട്ട് അതിനെ തശ്വീശാക്കുന്നത് ഇവിടുത്തെ വഹാബികളാണ്. ആ വഹാബിസത്തെയാണ് പരിശുദ്ധ റബീഉൽ അവ്വലിലൂടെ നമ്മളുടെ പ്രചരണത്തിലൂടെ പ്രവർത്തനത്തിലൂടെ നാം മനം പൊടിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇന്ന് അതിന് ഒരു തരത്തിലുമുള്ള കടിഞ്ഞാൺ എവിടെയുമില്ല. ഇന്ന് വീടുകൾ മുഴുവനും ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കുകയാണ്. ആ രീതിയിൽ 10,000-കണക്കിന് മെമ്പർമാരുള്ള ഗ്രൂപ്പല്ലേ നമ്മളെ ഗ്രൂപ്പ്. എത്ര കോടി സ്വലാത്തുകളാണ് നമ്മൾ ചൊല്ലിയിട്ടുള്ളത്. ഇതെല്ലാം ഈ ഗ്രൂപ്പിലുള്ള മുഹബ്ബീങ്ങൾ അയച്ചു തരുന്നതല്ലേ, ക്രോഡീകരിക്കുന്നത്. അതല്ലേ കണക്ക് വെച്ച് എണ്ണി തിട്ടപ്പെടുത്തി ഓരോ ആഴ്ചയും 5 കോടി 6 കോടി അങ്ങനെ കോടികളല്ലേ നമ്മൾ ഹദിയ ചെയ്യുന്നത് മദീനയിലേക്ക്. ഇത് നമ്മളുടെ ഗ്രൂപ്പ് കൊണ്ട് കിട്ടിയ ചില്ലറ ഗുണമാണോ ഇത്? ലക്ഷക്കണക്കിന് മൗലിദല്ലേ നമ്മൾ പാരായണം ചെയ്തത്. ലക്ഷക്കണക്കിന് മറ്റേ ബുർദകളല്ലേ നമ്മൾ പാരായണം ചെയ്യുന്നത്. എത്രയാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്? ഇത് നമ്മുടെ കൂട്ടായ്മയിലൂടെ നമ്മൾക്ക് മദീനയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ നമ്മളാൽ കഴിയുന്ന വലിയ സംഭാവനയും അതേ സമയത്ത് ഹബീബിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഇത് വളരെ കുറവ് തന്നെ. എത്ര നമ്മൾ അയച്ചാലും അവിടുത്തേക്ക് അല്ലാഹു കൊടുത്ത സ്ഥാനമാനങ്ങൾക്കും അവിടെ നിന്നും നമുക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള നിഅമത്തുകൾക്കും ഇതൊരിക്കലും പകരമാകുന്നില്ല. പകരമാകാൻ അടുത്തു പോലും എത്തൂല. ആ ഒരർത്ഥത്തിൽ വലിയതല്ല, വളരെ തുച്ഛമായതാണ് നമ്മൾ പറഞ്ഞയക്കുന്നത്. നിങ്ങൾ നോക്ക്, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകം മുഴുവനും സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന മദ്ഹ്, ആ ഒരു വലിയ മദ്ഹിന്റെ സ്ഥാനത്ത് നബിയെ അങ്ങേ നാം ഉയർത്തിയേക്കും. ഇബ്ലീസ് വരെ മദ്ഹ് പറയുന്ന ഒരവസ്ഥയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല മഅ്ശറിലുള്ള സ്ഥാനം നോക്ക് നിങ്ങൾ. അവിടെ നടക്കുന്ന സംഭവങ്ങളെ പറ്റി മഹാന്മാർ പറയുന്ന നോക്ക്. എല്ലാവരും മദ്ഹ് പറയുന്ന ഒരവസ്ഥയിലേക്ക് മുത്തുനബി തങ്ങൾ മാറുന്നു. എല്ലാവരും ഹബീബായ തങ്ങളോട് യാചിക്കുന്നു. അവിടെ ചെന്ന് എല്ലാവരും മുത്തുനബി തങ്ങളിലേക്ക് ചെല്ലുന്നു. ശഫാഅത്തിന് വേണ്ടി താണുകേണ് പറയുന്നു. എല്ലാവരും ചെല്ലുന്നത് ഹബീബിലേക്ക്. അവിടുന്ന് നൽകുന്ന ശഫാഅത്തുൽ ഉദ്മയിൽ നിന്നാണ്. ശൈത്താൻമാർ നരകത്തിലേക്ക് വരെ കൊണ്ടുപോകണമെങ്കിൽ മഹ്ശറിലുള്ള ആ വൻ സഭയിലുള്ള വലിയ പരീക്ഷണങ്ങളുടെ മുഖം, സൂര്യൻ നേരെ മുകളിൽ കിടന്ന് വല്ലാതെ അദാബിൽ കഴിയുന്ന സമയത്ത് പടച്ചോനെ എങ്ങനെങ്കിലും ഇവിടുന്ന് നരകത്തിലാണെങ്കിൽ നരകത്തിൽ, ഇനി വേറെ എവിടെയെങ്കിലും അവിടെ ഇവിടുന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ശൈത്താൻമാർക്ക് വരെ അവിടുന്ന് ശഫാഅത്തുൽ ഉദ്മ കിട്ടിയിട്ട് ഹിസാബിന് വിളിക്കുമ്പോ അവര് വരെ പറഞ്ഞു പോകുന്നു ഹബീബായ മുത്തുനബി തങ്ങളുടെ മദ്ഹ്. അവിടുത്തെ ശഫാഅത്ത് കൊണ്ടായി ഇവിടുന്ന് രക്ഷപ്പെടുന്നത്. ഇതിലും വലിയ കുണ്ടിലാ ചാടുന്നത് എന്നുള്ളത് മറ്റൊരു സത്യമാണ്.
പക്ഷേ ആ ഒരു പ്രയാസം അവർ വരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കുമുള്ള ശഫാഅത്ത് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹ് അതിൽ നിന്നും ഖാസായ ശഫാഅത്ത് അതാ വിതരണം മറ്റു നൽകുന്നു. മഹാന്മാരിലൂടെ മുഅ്മിനീങ്ങളതാ കടന്നു പോകുന്നു. ആ ഒരു തൗഫീഖിലേക്ക് റബ്ബേ ഞങ്ങളെ നീ ഉയർത്തണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്, ഈ പരിശുദ്ധ റബീഉൽ അവ്വലിനെ നമുക്ക് വരവേൽക്കണം. എങ്ങനെ വരവേൽക്കണം? 1, 2, 3 നമ്മുടെ ജീവിതത്തിൽ ഇത്തിബാഉ റസൂലില്ലാ, മഹബ്ബത്തു റസൂലില്ലാ, മദ്ഹു റസൂലില്ലാ, മൗലിദ് റസൂലില്ലാ നമ്മുടെ ഹൃദയത്തിലും ശരീരത്തിലും പ്രവർത്തനത്തിലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരണം. ഒരു തലപ്പാവ് ഊരിയിട്ട് തലപ്പാവ് എടുത്തു വെക്കുമ്പോൾ സുന്നത്ത് റസൂലില്ല, തലയിൽ തൊപ്പിയിടുമ്പോൾ സുന്നത്ത് റസൂലില്ല, ചെരുപ്പ് ധരിക്കുമ്പോൾ സുന്നത്ത് റസൂലില്ല, വലത്തെ കാൽ കൊണ്ട് ധരിക്കും. ചെരുപ്പ് ഊരി വെക്കുമ്പോൾ സുന്നത്ത് റസൂലില്ല, ഇടത്തെ കാൽ ആദ്യം ഊരി വെക്കുന്നു. ബാത്റൂമിൽ കയറുമ്പോഴും അതാ മുത്തുനബി തങ്ങൾ ഓർമ്മ വരുന്നു, ഇടത്തെ കാല് കൊണ്ട് കടക്കുന്നു. ഇറങ്ങി വരുമ്പോൾ വലത്തെ കാല് കൊണ്ട് ഇറങ്ങി വരുന്നു. പള്ളിയിലേക്ക് കയറുമ്പോൾ സുന്നത്ത് റസൂലില്ല, വലത്തെ കാല് കൊണ്ട് കാരി വെക്കുന്നു. ഇറങ്ങി വരുമ്പോൾ ഇടത്തെ കാൽ, എല്ലാ സ്ഥലത്തും മുത്തുനബി തങ്ങൾ ഓർമ്മ വരുന്നു. എന്തിനേറെ ഒരു ഡ്രസ്സ് ധരിക്കുമ്പോഴും ആദ്യം ഏത് കൈ ധരിക്കണം? അവിടെയുമുണ്ട് ഇത്തിബാഉ റസൂലില്ല. ഒരു മോതിരം ധരിക്കുമ്പോൾ സുന്നത്ത് റസൂലില്ല. അങ്ങനെ തുടങ്ങി എല്ലാ വിഷയത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തിബാ ചെയ്യുന്നൊരു ശൈലി നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമ്മുടെ മഹബത്തിന്റെ വളർച്ച അതങ്ങനെ സ്പീഡിലായി കയറിപ്പോവുക. ഒരു മുഅ്മിനിന്റെ ഏത് മേഖലയിലും, ഇന്ന മേഖല എന്നില്ല, എല്ലാ മേഖലയിലും കുടുംബത്തിൽ കടന്നു വരുമ്പോൾ വാപ്പയെ കണ്ടാൽ അസ്സലാമു അലൈക്കും. കാരണം എന്താ? സുന്നത്ത് റസൂലില്ല. കുട്ടികളെ കണ്ടാലും സലാം പറയുന്നു. കണ്ടില്ലേ നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? ഒരു വലിയവരെ കണ്ടാൽ അവരെ ബഹുമാനിക്കുന്നു, ചെറിയവരെ കണ്ടാൽ അവരെ പരിഗണിക്കുന്നു. ആ ഒരു രീതിയിലുള്ള ജീവിതം എവിടെയും നമുക്ക് ആദർശമുണ്ട്, എവിടെയും നമുക്ക് ഇത്തിബാ ഉണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ 1, 2, 3 നമുക്ക് വരണം. ഒരു ളുഹർ വാങ്ക് കൊടുത്ത് നിസ്കരിക്കുമ്പോൾ ഓർമ്മ വരണം, ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചാൽ അവനിക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സ്വർഗത്തിൽ ഒരു ഭവനം സ്പെഷ്യൽ അവനിക്ക് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വെള്ളിയാഴ്ച രാവ് സൂറത്ത് ദുഹാൻ പതിവാക്കുന്നവർക്ക് സ്വർഗത്തിൽ ഒരു ബിൽഡിംഗ് കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ തുടങ്ങി ദുഹാ നിസ്കരിക്കുന്നവന്റെ കാര്യം എവിടെയും നമുക്ക് ഹബീബായ തങ്ങൾ കടന്നു വരുന്നു. പിന്നെങ്ങനെ നമുക്കത് ഉപേക്ഷിക്കാൻ കഴിയും? സുബഹിയുടെ മുമ്പ് എഴുന്നേൽക്കുന്നു ഒരു മനുഷ്യൻ. കാരണം എന്റെ ഹബീബായ തങ്ങളെ മഹബത്ത് വെച്ച സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിനുൽ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും തുടങ്ങിയ ബദരീങ്ങള്, സ്വഹാബത്തിങ്ങള്, സയ്യിദി ഔസുൽ ആലം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി, സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദുൽ കബീർ ദിഫാഇ, താജുൽ ഔലിയ ശൈഖ് ഇമാം അഹ്മദ് അൽ ബദവി, ശൈഖുൽ മശായിഖ് ഖുത്ബുൽ അഖ്താബ് ശൈഖ് ഇബ്രാഹിം അദ്ദസൂഖി, ഖുത്ബുൽ അഖ്താബ് ശൈഖ് المشايخ سلطان العاشقين الشيخ ابو الحسن علي الشاذلي سلطاننا وسلطان الهند غريبنا غريب نواز عطاء رسول قطب الاقطاب شيخ المشايخ الشيخ معين الدين الجسي الاجميري. അങ്ങനെ തുടങ്ങി അക്താബ് സിത്ത തുടങ്ങിയിട്ട് നമ്മുടെ മശായിഖന്മാർ ഖുതുബ് സമാന സയ്യിദ് അൽവിൽ മംബുറമി, വരക്കൽ മുല്ലക്കോയ തങ്ങള്, ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തുടങ്ങിയ മഹാന്മാർ എല്ലാവരും മുത്തുനബി തങ്ങളിലേക്ക് ലയിച്ചവരാണ്. ഹബീബായ തങ്ങളെ മഹബത്ത് വെച്ചിലെത്തിയവരാ. ഇവരെല്ലാവരും ദുആ ചെയ്തൊരു സമയം, അവരെല്ലാവരും പരിഗണിച്ചൊരു നേരം, 24 മണിക്കൂർ അവർ മുഴുവനും പരിഗണിച്ചുകൊണ്ട് അവരെ ഉറക്കിനെ മാറ്റിവെച്ച സമയമാണ് തഹജ്ജുദിന്റെ സമയം. എൻ്റെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, ഹബീബായ തങ്ങളിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവരെ, തഹജ്ജുദിന്റെ സമയം ഉറങ്ങല്ല കേട്ടോ, ഉറങ്ങരുത് കേട്ടോ. ഈ മഹബത്തിലേക്ക് കടന്നു വരണമോ, മുത്ത് ഹബീബിലേക്ക് അടുക്കണമോ, തഹജ്ജുദിന്
തഹജ്ജുദിന്റെ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തൂ. കാരണം ഹബീബായ തങ്ങൾ പൂജാതരായ സമയം, ലോകം മുഴുവനും മലായിക്കത്തുകൾ മുഴുവനും ആ സമയത്ത് വല്ലാതെ പരിഗണിച്ച സമയം, എല്ലാവരെയും അല്ലാഹു തആല വല്ലാതെ അടുപ്പിക്കുന്ന നേരം, അത് വല്ലാത്തൊരു സമയമാണ്. റബീഉൽ അവ്വലിന്റെ ക്യാമ്പയിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി തങ്ങളോടുള്ള ഇത്തിബായിൽ നമുക്ക് അടുക്കാനുള്ള ഒരു സമയം, അത് കാണേണ്ടത് തഹജ്ജുദിന്റെ സമയമാണ്. അങ്ങനെ നമ്മൾ അതിനെ ഹയാത്താക്കി തങ്ങളിലേക്ക് ആ സമയത്തൊരു മൗല ചെല്ലാൻ കഴിഞ്ഞാൽ, ആ സമയത്തൊരു 10 സ്വലാത്ത് ചെല്ലാൻ കഴിഞ്ഞാൽ, ആ സമയത്തൊരു 10 ഇസ്തിഗ്ഫാർ ചെല്ലാൻ കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമാണ്. അങ്ങനെ നമുക്ക് റബീഉൽ അവ്വലിനെ ഹയാത്താക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പരിവർത്തനത്തിലൂടെയാകണം. പിന്നീട് റബീഉൽ അവ്വലിനെ ബഹുമാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് മുഹറമിലെ തുടങ്ങണം. നമുക്ക് പലതും അതിൽ പ്രധാനപ്പെട്ടതാണല്ലോ നമ്മളൊക്കെ നടത്തുന്ന ഒന്ന്. അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള നാവ് ചില്ലറ അനുഗ്രഹമാണോ? അത് ആ അനുഗ്രഹം ചില്ലറയാണോ? എത്ര വട്ടമായി ഇത് ചലിക്കുന്നത്! ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തവണയല്ലേ ഇതിനെ ഇളകുന്നത്. എന്തെങ്കിലും കടച്ചിൽ വരുന്നുണ്ടോ? ഒരു വെള്ളത്തിൽ നിന്നല്ലേ ഇങ്ങനെ കളിക്കുന്നത്? അതിന് വല്ല കുഴപ്പവും വരുന്നുണ്ടോ? അതിന്റെ ശാസ്ത്രീയ സംവിധാന നിർമ്മാണത്തിന്റെ ആ ഒരു അത്ഭുത ലോകങ്ങൾ ചില്ലറയാണോ? ആ നാവല്ലേ നമുക്ക് അവസാനം ഉപകരിക്കേണ്ടത്. മൻഖാല ആഖിറു കലാമൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതല്ലേ ഒരു മനുഷ്യന്റെ അവസാനത്തെ കലാം, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ, അതല്ലേ ഇസ്ലാം വെച്ച ഒരു ലാഹിരിയായ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടന. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണമോ? ആ നാവ് കൊണ്ട് സംസാരിക്കുന്നതിൽ കൂടുതലും നന്മയായിരിക്കണം. ആ നന്മയിൽ കൂടുതൽ മഹബ്ബത്ത് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തുമായി ബന്ധിച്ച രീതിയിൽ ആയി കിട്ടിയാൽ അത് വലിയ തൗഫീഖാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് നമുക്കെത്താൻ. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. എത്ര എന്നാ പറയേണ്ടത്? ഓരോ മാസത്തിലും ലക്ഷക്കണക്കിന് ചെല്ലുന്ന മുഹബ്ബീങ്ങൾ എത്ര നമ്മുടെ കൂട്ടത്തിൽ. ഒരു ദിവസം 10,000 ഒക്കെ സിമ്പിളായി ചെല്ലുന്നവർ, 20,000 ചെല്ലുന്നവർ, 25,000 ചെല്ലുന്നവരെ നമുക്കറിയുന്നതുണ്ട്. എത്ര ആളുകളാണ് ഇങ്ങനെയുള്ളത്? സ്ഥിരമായിട്ടങ്ങ് ചെല്ലുന്നു. 10,000 ചെല്ലുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു വിഷയം തന്നെയല്ല. രാവിലെ 9 മണി മുതൽ 5 മണി വരെ അവർ വർക്കിലാണ്, പല ജോലിയിലാണ്. ആ പണിയെടുത്താൽ അവർക്ക് 1000 രൂപ കിട്ടും, അല്ലെ 1200 രൂപ കിട്ടും. എന്നാൽ അതവർ നിത്യമായി ചെയ്യുന്നുണ്ട്, അത് സമ്പാദിക്കുന്നുമുണ്ട്. എന്നാൽ അവർ പോകുമ്പോഴും വരുമ്പോഴുമായി അവർ ഈ തുക അവരുണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ 10,000 സ്വലാത്ത് മുടങ്ങുന്നില്ല. ഇനി നമ്മളെ വീട്ടിൽ അൽഹംദുലില്ലാ നമ്മളെ സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ വരുന്നുണ്ട്. അൽഹംദുലില്ലാ ഈ സ്വലാത്ത് നമുക്ക് എന്ത് ചെല്ലണം? എല്ലാവർക്കും ഏത് സ്വലാത്തും ചെല്ലാം. എങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളിൽ നിന്നൊരു സ്വലാത്ത് കിട്ടിയാൽ അത് നമ്മളൊന്ന് ഏറ്റെടുത്ത് അത് ചൊല്ലിയാൽ അതിന്റെ പരമ്പര മുട്ടുന്നതും അതിന്റെ ചങ്ങല ചെന്നെത്തുന്നതും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്. ആ തങ്ങളിലേക്ക് എത്താനുള്ള ഒരു വസീലയാണ് നമുക്ക് അഹ്ലു ബൈത്തിങ്ങളെ നമ്മൾ കാണുന്നത്. അല്ലാഹു തആല മഹബ്ബത്ത് നമ്മുടെ മരണം വരെ എല്ലാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്നത് വരെ അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ഖബറിലും നമുക്ക് വേണം ആ മഹബ്ബത്തിന്റെ ഫലം. നമ്മുടെ ഖബറിൽ കിടക്കുമ്പോൾ മദീന കൊള്ളൊരു ഇഫ്തഹലഹു ബാബൻ ഇലൽ മദീന ദുആ ചെയ്യുന്നത് കാണാറില്ലേ? മദീനയിലേക്ക് ഒരു കവാടം തുറന്നു കിട്ടണം നമുക്ക്. അത് അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. ആ റബീഉൽ അവ്വൽ എത്തുമ്പോഴേക്ക് നമ്മുടെ വീടുകളിൽ ഒരു വണ്ണാച്ചമ്മലയും പാടില്ല. എവിടെ വണ്ണാച്ചമ്മലുണ്ടെങ്കിലും അത് സ്ത്രീകളെ ഏൽപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാകരുത്. ആരാണോ വീട്ടിൽ ഇപ്പോൾ ഉള്ളത്, ആരാണോ വീട്ടിൽ താമസിക്കുന്നവരായിട്ടുള്ളത്, അവരത് നീക്കം ചെയ്യണം. കാരണം മഹബ്ബത്ത് നമ്മൾക്ക് മുഴുവനും ബാധകമാ. എവിടെയെങ്കിലും വൃത്തികേടായിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കണം. നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കുന്നത് പോലെ
ശരീരത്തെ വൃത്തിയാക്കുന്നത് പോലെ, അമാലുകളെ വൃത്തിയാക്കി എടുക്കുന്നത് പോലെ നമ്മുടെ വീടുകൾ, നമ്മുടെ പരിസരങ്ങൾ മദീനയുടെ രാജകുമാരൻ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു വരവിൻ്റെ മാസമാകുമ്പോൾ വൃത്തിയായിരിക്കണം. അത്യാവശ്യം തീരെ വടക്കായ സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒന്ന് പെയിന്റ് അടിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ലൈറ്റ് തൂക്കിയിട്ടുണ്ട്. ഒന്നെങ്കിലും പുതിയത് വാങ്ങാൻ നമ്മൾ തയ്യാറാകണം. അവന്റെ കഴിവിന്റെ പരമാവധി നമ്മൾ വാങ്ങണം. നിങ്ങൾ നോക്ക്, ചില നാടുകളൊക്കെ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കുന്നത് കണ്ടാൽ എത്ര സ്ഥലമുണ്ട്. പടച്ചോനെ, കോഴിക്കോട് ജില്ലയിലൊക്കെ കരുവമ്പയിലൊക്കെ ചെന്നാൽ വേണമെങ്കിൽ ചെന്ന് നോക്ക് നിങ്ങൾ. റബീഉൽ അവ്വലിന്റെ 1 മുതൽ ആ അങ്ങാടി മുഴുവനും ലൈറ്റുകളെ കൊണ്ട് അലങ്കരിച്ചത് കാണേണ്ട ഒരു കാഴ്ചയാണ്. അങ്ങനെ എത്ര സ്ഥലങ്ങള്, എത്ര മസ്ജിദുകള്, എത്ര മഖാമുകള്, എത്ര വീടുകള്. ഇതെല്ലാം നമ്മൾ കാണുമ്പോ നമ്മളെ വീട്ടിലേക്കും വരണ്ടേ ഹബീബായ തങ്ങളുടെ ഒരു തിരുനോട്ടം. നമ്മളും അതിനു വേണ്ടി തയ്യാറെടുക്കണം. ആ ലൈറ്റുകൾ നമ്മളും വീട്ടിൽ തൂക്കണം. നമ്മുടെ റൂം വൃത്തിയായിരിക്കണം. ആ റൂമിലും എന്തെങ്കിലും ഒന്ന് കത്തിയിരിക്കണം. ഹബീബായ തങ്ങളോടുള്ള മഹബത്ത്. അത് മാത്രം മതിയോ? പോരാ. നമ്മുടെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം, നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യലോടൊപ്പം ഓരോ സുന്നത്തുകളെയും നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകണം. സുന്നത്തുകൾ ചെയ്യുന്ന സമയത്ത് മുത്തുനബി തങ്ങളെ ഓർമ്മ വരുന്ന രീതിയിൽ നമ്മളെ ഹൃദയത്തെ ഒന്ന് വളർത്തിയെടുക്കണം. എല്ലാ വിഷയത്തിലുമുണ്ട് ഹബീബായ തങ്ങൾ കടന്നു വരാത്ത ഒരു ആമലുമില്ല, തങ്ങൾ കടന്നു വരാത്തൊരു മേഖലയുമില്ല, തങ്ങൾ കടന്നു വരാത്ത ഒരു റൂട്ടും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് ആ മേഖലകൾ മുഴുവനും നമുക്ക് ഹബീബായ തങ്ങളിലൂടെ കടന്നു ചെല്ലാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനൊക്കെ പുറമേ ഇടക്കിടക്ക് മദീന ഒന്ന് കാണാൻ കൊതി വരണം. പച്ചക്കുബ്ബയൊന്ന് കാണണം. കാണാത്തവർ ആ ശറഫാക്കപ്പെട്ട കുബ്ബയുടെ നല്ല സൂറത്ത് അതൊന്ന് നോക്കിയൊന്ന് സ്വലാത്തുകളൊന്ന് ചൊല്ലിയാൽ, ഒന്ന് ഓർമ്മ വന്നാൽ, തങ്ങളിലേക്കൊന്ന് ചേരാൻ ആഗ്രഹിച്ചാൽ, തങ്ങളെ കാണാനൊന്ന് കൊതിച്ചാൽ, ഹബീബായ തങ്ങൾ എനിക്ക് റബീഉൽ അവ്വൽ ഒന്ന് കാണണം, എല്ലാ റബീഉൽ അവ്വൽ വരുന്നതിന് മുമ്പ് കാണാൻ കഴിയുമെങ്കിൽ കഴിയണം, ഒന്ന് കരഞ്ഞ് ദുആ ചെയ്യണം. തങ്ങളോടുള്ള മഹബത്തിന്റെ പേരിൽ കരഞ്ഞ് കണ്ണീർ ചാലുകൾ ഒലിപ്പിച്ച് ലോകത്തെ ആശിഖീങ്ങളുടെ നേതാവായി മാറിയ ആശിഖുർ റസൂൽ വൈസുൽ ഖർനി തങ്ങളെ പോലത്തെ ചരിത്രം നമ്മൾ ഇടക്കിടക്കൊന്ന് അയവിറക്കണം, ഓർമ്മയിൽ കൊണ്ടുവരണം. സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മഹബത്ത് കൊണ്ട് നേടിയ ഉന്നത സ്ഥാനം അതൊന്ന് നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കണം. അങ്ങനെ മഹബത്തിന്റെ റൂട്ടുകൾ നമ്മൾ അറിയണം. സയ്യിദുനാ ഉമറുൽ ഖത്താബ് തങ്ങൾക്കുള്ള മഹബത്ത്, അവിടുത്തെ ചാരത്ത് കിടക്കാൻ കൊതിച്ചതും ആയിഷ ബീവിയോട് യാചിച്ചതും, ആ ചാരത്തുള്ളൊരു 6 അടി മണ്ണിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ കേണപേക്ഷിച്ച് വാങ്ങിയതും, അവിടെ കിടക്കുമ്പോഴുള്ള സന്തോഷവും, സയ്യിദുനാ സിദ്ദീഖ് തങ്ങൾ വരുമ്പോൾ അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് എന്ന മുത്തുനബി തങ്ങളുടെ വചനവും ഇതൊക്കെ ഒന്ന് ഓർമ്മ വരുമ്പോൾ നമ്മളെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരണം. അല്ലാഹു തആല നമ്മളെ ആ ഒരവസ്ഥയിലേക്ക് ആക്കി തരട്ടെ. നമ്മുടെ ജീവിതവും നമ്മളെ പ്രവർത്തനവും നമ്മളെ മുഴുവൻ അമാലുകളും അഫ്ആലുകൾ അഖ്വാലുകളും മുഴുവനും മദീന ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കി തരണേ അല്ലാ. നമുക്ക് വേണ്ടതായ രീതിയിൽ ആ സ്വലാത്തിൻ്റെ ഇജാദത്തും അത്യാവശ്യം നമുക്ക് എന്തൊക്കെയാണോ ചെറിയ ചെറിയ രീതിയിൽ ആവശ്യമുള്ളതിൻ്റെ സംക്ഷിപ്തമായ രീതിയിലുള്ളൊരു ഉപദേശവും തങ്ങളുപ്പാപ്പ നമുക്ക് നിർവഹിച്ചു തരും. അതോടൊപ്പം നമുക്ക് ദുആ ആവശ്യമുണ്ട്. 1000 കോടിയിലധികം സ്വലാത്ത് ചൊല്ലിയ ഗ്രൂപ്പുകൾ വിരളമാ മുഅ്മിനെ കേരളത്തിൽ. നമ്മുടെ ഗ്രൂപ്പ് കൊണ്ട് നമുക്ക് കിട്ടിയതാ. നേരത്തെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഇത്രയും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്നൊരു ഗ്രൂപ്പ്. ഇതിന്റെ ഏറ്റവും നേതൃത്വം കൊടുക്കുന്ന ആളാ ഡോക്ടർ മൊഹ്സിൻ. എന്നാ ഒരൊറ്റ ലേഡീസിന്റെ ഗ്രൂപ്പിൽ മൂപ്പനില്ല. മൂപ്പന്റെ ഭാര്യയും അതുപോലെയുള്ള പെങ്ങളും മറ്റുള്ളവരും അതുപോലെയുള്ള ഒരുപാട് അവരുമായി ബന്ധപ്പെട്ടവർ അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാ. എന്ത് നല്ല
എന്തൊരു ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ എന്ത് നല്ല രീതിയിലാണ്. അല്ലാഹു തആല ഒരു കാവൽ നൽകുമാറാകട്ടെ. ഇത് ഇന്ന് വരെയുള്ള അവസ്ഥയാണ്. റബ്ബിന്റെ കാവലാണ് ഇതിന്റെ പിന്നിൽ, നമ്മളെ കൈവല്ല. നമുക്കൊന്നും ഇതിന് കഴിയൂല. ശൈത്താൻ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ള ഒരവസ്ഥ അല്ല. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ രക്തധമനികൾക്കിടയിലൂടെ ചലിക്കാൻ കഴിവുള്ള ഒരു സാധനമാണ്. അവന്റെ പിഴപ്പിക്കൽ എപ്പോഴുമുണ്ട്. അവന്റെ തസല്ലുത്തിൽ നിന്ന്, ഹുദൂറിൽ നിന്ന്, അവൻ്റെതായ വസ്വാസിൽ നിന്ന്, അവന്റെ ഹമസാത്തുകളിൽ നിന്ന്, അവന്റെ ശുറൂറുകളിൽ നിന്ന്, ഈ 5 വിഷയത്തിൽ നിന്നും അവനിൽ നിന്നും കാവൽ തേടണം മുഅ്മിനെ. അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ദുആണ്. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ എന്ന ആ ഒരു ദുആ ഇതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഈ 5 രീതിയിലുള്ള ശർറ്, അവന്റെ ദുർബോധനങ്ങള്, അവന്റെ ഹുദൂറുകള്, അവന്റെ വസ്വാസുകള്, അവന്റെ തസല്ലുത്തുകള്, അവന്റെ ശുറൂറുകൾ, ശർറുകള്, ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടണം. അത് രക്ഷപ്പെട്ട് കിട്ടാൻ വലിയ പണിയാണ്. വലിയ വലിയ ഔലിയാക്കന്മാരെ വരെ പഴപ്പിക്കാൻ ഉറക്കില്ലാതെ ഊണില്ലാതെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. ശൈത്താന്മാർ. ആ ശൈത്താന്മാരുടെ അനുയായികളുണ്ട്. അത് ഇരുകാലുകളിലും ജീവിക്കുന്നുണ്ട്. അതാണ് ഖുർആനിന്റെ ലാസ്റ്റ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചത്. ആ ശർറിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്നുള്ളത് ചില്ലറ അധ്വാനമല്ല. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ എല്ലാവിധ ശൈത്താന്മാരുടെ മുഴുവൻ ശുറൂറിൽ നിന്നും, മുഴുവൻ തസല്ലുത്ത്, ഹുദൂർ, ഹമസാത്ത്, വസ്വാസുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ അഹ്ലുകാരെയും, ഞങ്ങളെയും ഞങ്ങളെ അഹ്ബാബീങ്ങളെയും, ഞങ്ങളെയും ഞങ്ങളെ ഭാര്യ സന്താനങ്ങളെയും, ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും, ഞങ്ങളെ ഗ്രൂപ്പിലുള്ള അഹ്ബാബീങ്ങളെ മുഴുവനും നീ കാത്ത് സംരക്ഷിക്കണം റഹ്മാനെ എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സംഗമം ഹബീബായ തങ്ങളെ ഒന്ന് കാണിപ്പിച്ചു കൊടുത്ത്, തങ്ങളിൽ നിന്നൊരു തിരുനോട്ടം കിട്ടുന്നൊരവസ്ഥയിലേക്ക് പടച്ചവനെ ഞങ്ങളെ ഈ ഹുദൂറും, ഞങ്ങളീ ഒരുമിച്ച് കൂടലും, ഞങ്ങളീ എല്ലാ അമാലുകളും ആ രീതിയിലേക്ക് എത്തിച്ചു തരണം റഹ്മാനെ.